സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. ലോകത്ത് ഏതൊരു വ്യക്തിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന് വലിയ ആവേശം നൽകുന്ന ഒരു വാചകം ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എന്റെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മളോട്, ലോകത്ത് പ്രവാചകനല്ലാത്ത ആരോട് ഇത്തരമൊരു വാചകം പറഞ്ഞാൽ ആ കേൾക്കുന്ന ആളുകളുടെ പ്രതികരണം എന്താകും? അവരാവേശഭരിതരാകും, അവർക്ക് വലിയ സന്തോഷമുണ്ടാകും, വലിയ ആനന്ദമുണ്ടാകും. ഈ ഭൂമിയിൽ എനിക്ക് എന്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണ്. നമ്മൾ ഉമ്മയോട് പറയുമ്പോൾ ഉമ്മക്ക് എത്ര സന്തോഷമുണ്ടാകും. നമ്മൾ ഉപ്പയോട് പറയുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ, സ്നേഹിതന്മാരോട് പറയുമ്പോൾ, നേതാക്കന്മാരോട് പറയുമ്പോൾ, നേതാക്കന്മാർ അനുയായികളോട് പറയുമ്പോൾ ഈ വാചകത്തിന് വലിയ പ്രസക്തിയുണ്ട്. അവർക്ക്, കേൾക്കുന്നവർക്ക് വലിയ സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന ഒരു വാചകമാണ്. പക്ഷെ ഈ വാചകം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, താങ്കളുടെ ഈമാൻ പൂർണ്ണമല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വാക്കുകൾ പറയുമ്പോൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ ശരീരം കഴിഞ്ഞാൽ നിങ്ങളാണ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. ആരുടെ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ. ഉമർ റളിയല്ലാഹുവിന്റെ പ്രത്യേകത, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ രണ്ടാമത് സ്വർഗത്തിലാണ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്വഹാബിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴിയിലൂടെ പിശാച് കടന്നു വരാൻ ഭയപ്പെടുമെന്ന് പറഞ്ഞ സ്വഹാബി. സ്വർഗത്തിൽ ഒരു വലിയ മണിമാളിക ഉമർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സന്തോഷ വാർത്ത നൽകിയ സ്വഹാബി. അദ്ദേഹത്തോടാണ് താങ്കളുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ്? വലിയ ഭയത്തോട്, പേടിയോട് കൂടിയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്ക് പ്രിയപ്പെട്ടതാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തെ എന്തിനേക്കാളും പ്രിയപ്പെട്ടതാണ് എങ്കിൽ മാത്രമാണ് ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ഫഖാല ലഹു ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹു അൽആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. എന്റെ ശരീരത്തെക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് അങ്ങാണ്. എനിക്ക് ലോകത്ത് മറ്റൊരു വാക്കില്ല, മറ്റൊരു നിലപാട് എന്റെ ജീവിതത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും പ്രിയപ്പെട്ട ഒന്ന് എന്റെ ജീവിതത്തിൽ ഇന്നു മുതലില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽആന യാ ഉമർ, ഇപ്പോഴാണ് താങ്കളുടെ ഈമാൻ പൂർണ്ണമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികളുടെ സമീപനമാണ് ലോകത്തെല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടതായി അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറണം. സ്വഹാബികൾക്ക് അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സ്നേഹിച്ച രൂപം എങ്ങനെയാണ്? ബദർ യുദ്ധം നടക്കുന്ന സമയം മഹാനായ സവാദ് ബിൻ അസീർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഫിങ്ങിനെ ചെരുപ്പെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോൾ അദ്ദേഹം ഒരല്പം തെറ്റി നിൽക്കുന്നു. കയ്യിലുള്ള വടി കൊണ്ട് പ്രവാചകൻ സവാദ് റളിയല്ലാഹുവിന്റെ നെഞ്ചിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് പറഞ്ഞു, സവാദ്, സ്വഫ് ശരിയാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകൾ പറഞ്ഞപ്പോ സവാദ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞത്, നബിയെ, അങ്ങ് കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, അങ്ങ് നീതിയുടെ നിറകുടമാണ്. പക്ഷേ അങ്ങന്റെ ശരീരത്തിൽ കുത്തിയപ്പോൾ എനിക്ക് വേദനിച്ചു. എനിക്ക് അങ്ങയോട് പ്രതികാരമെടുക്കണം. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. സ്വഹാബികൾക്ക് ഇത് കേട്ട് വലിയ ദേഷ്യമായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അഹങ്കാരിയുടെ തലയെടുത്ത് എത്ര ധിക്കാരമാണ് അവൻ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടുത്തു, പ്രതികാരം ചെയ്യട്ടെ. സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങന്റെ ശരീരത്തിൽ കുത്തുമ്പോൾ എന്റെ മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല, അങ്ങയുടെ മേൽവസ്ത്രം മാറ്റണം, എനിക്ക് പ്രതികാരം ചെയ്യാൻ. പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മൺതരി വീഴുന്നത് സഹിക്കാൻ കഴിയാത്ത സ്വഹാബത്തിന്റെ മുന്നിലൂടെയാണ് കയ്യിലൊരു വടിയുമായി പ്രവാചകന്റെ അടുക്കലേക്ക് പ്രതികാരം ചെയ്യാൻ സവാദ് റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ വല്ലാത്ത സങ്കടത്തോടെ പ്രവാചകന്റെ ശരീരത്തിന്റെ നേരെ നടന്നു വരുന്ന സവാദ് റളിയല്ലാഹു അൻഹുവിനെ തടുക്കാൻ കഴിയാതെ സ്വഹാബത്ത് സങ്കടത്തോടെ നിൽക്കുമ്പോൾ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്ന് തന്റെ കയ്യിലിരുന്ന വടി വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു അദ്ദേഹത്തിന്റെ മാറത്ത് തുരുതുരാ ചുംബിക്കാൻ തുടങ്ങി. പ്രവാചകൻ ചോദിച്ചു, മാലക്ക് യാ സവാദ്, താങ്കൾക്ക് എന്തു പറ്റി?
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് സബാദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, പ്രവാചകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങാണ്. അതപ്പുറത്ത് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ ഈ ബദറിന്റെ താഴ്വരയിലുണ്ട്. ജീവനോടുകൂടി തിരിച്ചു വരാൻ കഴിയുമോ എന്നെനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് എന്റെ ശരീരം അവസാനമായി അങ്ങയുടെ ശരീരത്തോടൊന്ന് ചേർന്ന് നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു നബിയെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സബാദ് റളിയല്ലാഹു അൻഹു മറുപടി പറയും. സബാദ് റളിയല്ലാഹു അൻഹുവോളം പ്രവാചകനെ സ്നേഹിച്ച സ്വഹാബത്തുണ്ടോ? പ്രവാചകൻ ഒരിക്കൽ മക്കയിൽ പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാതിൽ മുട്ടുന്നു. പ്രവാചകൻ വാതിൽ തുറക്കുന്നു. കറുത്ത വർഗ്ഗക്കാരനായ ഒരു ചെറുപ്പക്കാരൻ. അയാളെ ചേർത്ത് നിർത്തി. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നീ ആരാണ്? ഞാൻ ബിലാൽ ബിൻ റബാഹ് എന്നാണ് എന്റെ പേര്. എത്യോപ്യക്കാരനാണ്. ഞാൻ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയാണ്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ എന്നെ ആട്ടിയോടിക്കുന്നു, എന്നെ അവർ ഉപദ്രവിക്കുന്നു. പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി. പ്രവാചകന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് കിടക്കുമ്പോ റസൂലുള്ളാഹിന്റെ മാറത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീർത്തുള്ളികൾ നനവുണ്ടാക്കി. നബി തിരുമേനി ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം എന്റെ ഉമ്മ അമ്മിനെ നൽകാൻ ഉമ്മയുടെ മാറോട് എന്നെ ചേർത്ത് നിർത്തിയതിനു ശേഷം എന്റെ നിറത്തിന്റെ പേരിൽ എന്റെ ഗോത്രമഹിമയുടെ പേരിൽ അടിമത്വത്തിന്റെ പേരിൽ മനുഷ്യരെ നാട്ടി നിർത്തുമായിരുന്നു, അകറ്റി നിർത്തുമായിരുന്നു. ഒരാൾ പോലും എന്നെ ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നില്ല. എന്റെ ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചതിന് ശേഷം അങ്ങാണ് എന്നെ ചേർത്ത് പിടിച്ചതും എനിക്ക് ആശ്വാസം നൽകിയതും സമാധാനം നൽകിയതും. ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ റസൂലുള്ളാഹി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. കഅബാലയത്തിന്റെ മുകളിൽ ആദ്യമായി ബാങ്കുൽ മുഴക്കാൻ പ്രവാചകൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മുഅദ്ദിനായി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കുന്നു. റസൂലുള്ളാഹി വഫാത്തായി. പ്രവാചകൻ വഫാത്തായ ദിവസം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വന്നു പള്ളിയിൽ. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ആ ബാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം ബോധരഹിതനായി നിലം പതിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകനില്ലാത്ത മദീനയിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂലില്ലാത്ത മദീനത്ത് എനിക്ക് നിൽക്കാൻ കഴിയില്ല. എന്നെ ഈ നാട്ടിൽ നിന്ന് പോകാൻ അനുവദിക്കണം. ഷാമിലേക്ക് അദ്ദേഹം പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കും അദ്ദേഹത്തിന് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം. ലോകത്താർക്കെങ്കിലും അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന സമയം, ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ലോകത്തൊരു നേതാവിനെയും ഒരു അനുയായികളും സ്നേഹിച്ചിട്ടില്ല. മുഹമ്മദ് നബിയുടെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു നേതാവിനെയും അനുയായികൾ സ്നേഹിച്ചിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയി. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലമായി. അബൂബക്കർ ആ യാത്രക്ക് തന്നെ ഒരു വല്ലാത്ത ഒരു രംഗമുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ ദിവസം ബാങ്ക് കൊടുക്കാൻ വന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വരാൻ ആജ്ഞാപിച്ചു. എന്നിട്ട് പറഞ്ഞു, മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സിദ്ദീഖ്, എനിക്കതിന് കഴിയില്ല. പ്രവാചകനില്ലാത്ത മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കൽപ്പനയാണ്, താങ്കൾ റസൂലുള്ളാഹിന്റെ മുഅദ്ദിനാണ്, താങ്കൾ ഈ പള്ളിയിൽ ബാങ്ക് കൊടുക്കണം. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അബൂബക്കർ, ഞാനൊരു ദിവസത്തെ കുറിച്ച് ഓർക്കുന്നു. അങ്ങ് റസൂലുള്ളാഹിന്റെ കൂടെ നടന്നു വരുന്ന ഒരു ദിവസമാണ്. മക്കയുടെ തെരുവിൽ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കിങ്കരന്മാർ എന്നെ മർദ്ദിച്ചവശനാക്കി എന്റെ ശരീരത്ത് വലിയ പാറക്കല്ല് വെച്ച് മക്കയുടെ മരുഭൂമിയോട് വലിച്ചു കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിലെ തൊലികൾ വേർപ്പെട്ടു പോയി. ചുട്ടുകൊള്ളുന്ന മണത്തരികൾ എന്റെ ശരീരത്തോട് കുത്തിക്കയറിയ വേദന സഹിച്ച ദിവസം. വെള്ളത്തിന് വേണ്ടി കരയുമ്പോ കാർക്കിച്ചു തുപ്പിയ തുപ്പൽ എന്റെ മുഖത്തേക്ക് അവർ തുപ്പിയത് നാവുകൊണ്ട് നക്കിത്തുടച്ച് ദാഹം മാറ്റിയ ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. അന്ന് പ്രവാചകൻ അടുത്തുകൂടി നടന്നുപോയിരുന്നു. റസൂലുള്ളാഹിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല. സിദ്ദീഖ്, നിങ്ങൾ വന്നു, എന്റെ വില ചോദിച്ചു, ലോകത്തില്ലാത്ത വില പറഞ്ഞു, അതവരുടെ മുഖത്തേക്ക് വാരിയെറിഞ്ഞ് എന്നെ മോചിപ്പിച്ചത് നിങ്ങളാണ്. അത് അള്ളാഹുവിന് വേണ്ടിയാണോ അതോ നിങ്ങൾക്ക് വേണ്ടിയാണോ? അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ എന്നെ ഈ നാട്ടിൽ നിന്ന് പോകാൻ അനുവദിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ബിലാൽ ഇന്നും നന്ദിയുള്ള അടിമയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇത് അള്ളാഹുവിന് വേണ്ടിയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പോയി. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലമായി. എത്ര കൊല്ലം കഴിഞ്ഞു? ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഷാം സന്ദർശിക്കാൻ ചെല്ലുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹം, ഷാമിന്റെ പള്ളിയിൽ ഒന്ന് ബാങ്ക് കൊടുക്കണം. പ്രവാചകന്റെ കാലത്ത് നിങ്ങൾ കൊടുത്ത ബാങ്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു അന്ന് ഷാമിന്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത മുറിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഷാമിന്റെ പള്ളി മിനാരങ്ങളിലൂടെ ബാങ്കുലി മുഴങ്ങുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ശബ്ദം കേട്ട ഷാമിലെ സ്വഹാബത്തിനെ മദീനയിലേക്ക് തിരിച്ചു പോയതുപോലെ അവർക്ക് ഇങ്ങനെ തോന്നി. അവിടെ കച്ചവടം നിർത്തി,
അവരുടെ ബിസിനസ്സുകൾ അവർ നിർത്തി, അവരുടെ ജോലികൾ അവർ നിർത്തി. ഷാമിന്റെ പള്ളിയിലേക്ക് അവർ കൂട്ടമായിട്ട് ഓടാൻ തുടങ്ങി. പ്രവാചകന്റെ മദീന തിരിച്ചു വന്നുവോ? ഉമർ റളിയല്ലാഹുവിന്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹുവിന് ശബ്ദമിടറാൻ തുടങ്ങി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ്. ആ പേര് പൂർത്തിയാക്കാൻ ബിലാൽ റളിയല്ലാഹുവിന് കഴിഞ്ഞില്ല. ആ ഷാമിന്റെ പള്ളി മിഹ്റാബിൽ ബോധരഹിതരായ ബിലാൽ റളിയല്ലാഹുവിന് നിലംപതിക്കുന്നു. ബിലാൽ റളിയല്ലാഹുവിനെ താങ്ങിയെടുക്കാൻ ഉമർ റളിയല്ലാഹുവിന്റെ കൈകൾ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിനെ താങ്ങി പിടിച്ച കൈകൾ കൊണ്ട് പറഞ്ഞു, മതി ബിലാൽ, മതി, ഇനി പറയരുത്. പ്രവാചകന്റെ വാക്കെങ്ങാനും പ്രവാചകന്റെ പേരെങ്ങാനും നിങ്ങൾ പൂർത്തിയാക്കിയാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദീന തിരിച്ചു വന്നുവെന്നും ആ മദീനയിൽ മുഹമ്മദ് നബി തിരിച്ചു വന്നുവെന്നും ഞാൻ വിശ്വസിച്ചു പോകും എന്ന് ഉമർ റളിയല്ലാഹുവിന് പറയുന്നു. കണ്ണുനീരോടുകൂടി ചുറ്റും നിൽക്കുന്ന സ്വഹാബത്ത്. എത്ര കൊല്ലം കഴിഞ്ഞു പ്രവാചകന്റെ പേര് പറയാൻ പോലും കഴിയാത്ത സ്വഹാബത്ത്. അവരെ സ്നേഹിച്ചതുപോലെ ലോകത്ത് റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരുണ്ടോ? പ്രവാചകനെ സ്നേഹിക്കണം എന്ന വിഷയത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. ലോകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന വിഷയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ സ്നേഹിക്കണം? കുൽ, നബിയെ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി യഹ്ദികുമുല്ലാഹ്, എന്നെ നിങ്ങൾ പിൻപറ്റണം. ആരെ? റസൂലുള്ളാഹിനെ. അവൻ നബി സല്ലല്ലാഹു അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പിൻപറ്റണം. എങ്കിൽ യഹ്ദികുമുല്ലാഹ്, അല്ലാഹു സ്നേഹിക്കും. അപ്പൊ അല്ലാഹു ഒരാളെ സ്നേഹിക്കാനുള്ള മാനദണ്ഡമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പിൻപറ്റുക എന്നത്. എങ്ങനെയാണ് പിൻപറ്റേണ്ടത്? വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് സ്വീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ലോകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ്. പക്ഷെ എങ്ങനെ സ്നേഹിക്കണം? സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ. അവരെങ്ങനെയാണ് സ്നേഹിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പിൻപറ്റി പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സ്നേഹിച്ചത്. അങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന സ്വഹാബികൾ സ്നേഹിച്ചതുപോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ, വിശ്വാസികളിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, കാരുണ്യവനായ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് രണ്ടാമതായും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ എങ്ങനെ സ്നേഹിക്കണം എന്ന വിഷയത്തിൽ ഇന്ന് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12. അത് പ്രത്യേകമായ ആചാരങ്ങളും പ്രത്യേകമായ ആഘോഷങ്ങളും മതത്തിന്റെ പേരിൽ ഉണ്ട് എന്ന് പറയുന്നവർ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്ന വിഷയത്തിൽ ലോകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരിക്കലും ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്നത് 28 അഭിപ്രായങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ റമളാനിലാണ് എന്നുണ്ട്, റബീഉൽ അവ്വലിലാണെന്നുണ്ട്, മറ്റു മാസങ്ങളിലാണ്. 28 അഭിപ്രായങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിഷയത്തിലുള്ളത്. വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്നതിൽ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഈ ആഘോഷിക്കണം എന്ന് പറയുന്ന ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ ഇബ്ലീസ് കരഞ്ഞു. അപ്പൊ ജനിച്ചത് ആഘോഷിക്കുമ്പോ അത് ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകൾ ഇബ്ലീസിന്റെ ആളുകളാണ്. ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ ഇബ്ലീസ് കരഞ്ഞു. അതിന്റെ ഒരു മറുവശമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്യായിരിക്കും? ജനിച്ചപ്പോൾ ഇബ്ലീസ് കരയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ആ ഇബ്ലീസിന് ചെയ്ത പണി എന്താകും? ചിരിക്കുക, ആഘോഷിക്കുക, അന്ന് സന്തോഷിക്കുക. അപ്പൊ ഒരാൾ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ജീവനേക്കാൾ പ്രവാചകൻ വഫാത്തായത് കൊല്ലങ്ങൾക്ക് ശേഷവും ആ മദീനയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സ്വഹാബത്ത് ജീവിച്ചിരുന്ന ചരിത്രം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ പ്രവാചകൻ വഫാത്തായി എന്ന് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു ദിവസത്തെ ആഘോഷിക്കാൻ വിശ്വാസികൾക്ക് എങ്ങനെയാണ് സാധിക്കുക? അപ്പൊ നല്ലതല്ലേ എന്ന് ഒരാൾക്ക് പറഞ്ഞ് ദീനിൽ ഒരു കാര്യം ഉണ്ടാക്കാൻ ഒരാൾക്കും അനുവാദം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ഇസ്ലാമിനല്ലാത്ത ഒരു മതത്തിന് ആ പ്രത്യേകത ഇല്ല. ഇസ്ലാമിൽ മതത്തിന്റെ പേരിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടോ അത് അള്ളാഹു റസൂലും പറ, അതല്ലാത്ത ഒരാൾ പറയാൻ പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സ്വന്തമായി ദീൻ പറയാൻ അവകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കുന്നതാണ് ദീന്. അത് പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. പിന്നെ നല്ലതല്ലേ എന്ന് പറഞ്ഞു കാര്യങ്ങൾ ഇപ്പൊ സുബൈ നമസ്കാരം വലിയ പ്രയാസത്തിൽ ആളുകൾ എഴുന്നേൽക്കും. തണുപ്പൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പള്ളിയിലെത്തി 2 റക്അത്ത് നിസ്കാരമുള്ളൂ. അപ്പൊ ഇത്ര പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരുമ്പോ 2 റക്അത്ത് നിസ്കാരം 4 ആക്കിയാലോ? ഒരാൾക്ക് നല്ലതല്ലേ, നിസ്കാരല്ലേ, ചെയ്യാൻ പറ്റുമോ? ലോഹർ തിരക്കിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന അവര് 2 ചുരുക്കിയാലോ? നമുക്ക് ദീനായിട്ട് നല്ലതാണ്. മതത്തിന്റെ പേരിൽ ചെയ്യാൻ അവകാശമില്ല. മതപരമായ ഒരു കാര്യം ചെയ്യാൻ അത് അള്ളാഹും റസൂലും പഠിപ്പിക്കും. അതല്ലാത്തൊരു കാര്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. സ്വഹാബികളുടെ ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ കാണാം. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ പള്ളിയിൽ ആളുകൾ ഇങ്ങനെ വട്ടം കൂടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ തൊട്ടുടനെ വട്ടം കൂടി ഇരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കും. രണ്ടാമത്തെ ആൾ ഒരു കല്ല് മാറ്റിവെക്കും. അങ്ങനെ 100 പ്രാവശ്യം എണ്ണം പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. തക്ബീർ ചൊല്ലുന്നു. അദ്ദേഹം ചോദിച്ചു ഇതെന്താ? അവർ പറഞ്ഞു മാ അർദനാ ഇല്ലൽ ഖൈർ, നന്മയല്ലാതെ ഞങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ പള്ളി നാട്ടി പുറത്താക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, പ്രവാചകൻ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ പൊട്ടിത്തീർന്നിട്ടില്ല, പ്രവാചകൻ ധരിച്ച വസ്ത്രങ്ങൾ നുരുങ്ങിപ്പോയിട്ടില്ല. ദീനിൽ നിങ്ങൾ ഫിത്നയുടെ പുതിയ കവാടങ്ങൾ തുറക്കുകയാണ്. മതത്തിന്റെ പേരിൽ നിങ്ങൾ ആചാരങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒരാൾക്കും അത്തരം അവകാശമില്ല. അപ്പൊ എങ്ങനെയാണ് പെരുന്നാൾ? നമുക്ക് വലിയ ഇസ്ലാമിലെ മുസ്ലിം സമൂഹത്തിന്റെ വലിയ ആഘോഷമാണ് 2 പെരുന്നാളുകൾ. ആ പെരുന്നാൾ ദിവസങ്ങളിലെ മര്യാദകൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു. നബിദിനം വലിയ ആഘോഷമാണെന്ന് പറയുന്ന ആളുകൾ പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്നാണ് എഴുതി വെക്കുന്നത്. എങ്കിൽ റബീഉൽ അവ്വൽ 12-ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ ഒരു ചര്യകൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഈ റോഡുകളിൽ റാലിയും എത്ര പ്രയാസമാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത്. മറ്റു മതസ്ഥരും ആ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ റാലി നടത്തുമ്പോൾ, പ്രകടനം നടത്തുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകുന്ന സാധാരണക്കാരും സാധുക്കളുണ്ട്. എത്രയാണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അനിഷ്ടവും ഒരു ദേഷ്യവും ഒക്കെ പ്രവാചകന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങളുടെ പേരിൽ ആ പ്രവാചകൻ എത്രയാണ് വിമർശിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് നമ്മളെ കാണും. റസൂലുള്ളാഹിനെ കാണണം പരലോകത്ത് എന്നുള്ളത് വിശ്വാസികൾക്ക് വലിയ ആഗ്രഹമല്ലേ? റസൂലുള്ളാഹിനെ കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകും. ആ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ അതിൽ നിന്ന് വിശ്വാസികൾക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം റസൂലുള്ളാഹി വാങ്ങി വാരി കൊടുക്കും. ചില ആളുകൾക്ക് കൊടുക്കൂല, അവരെ ആട്ടിവിടും, ഒഴിവാക്കും. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് അവർ ആട്ടിയോടിക്കപ്പെടുന്നത്? അവർ ദീനിൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കിയവരാണ്, പുതിയ മതപരമായ ആഘോഷങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ്. അപ്പൊ മതത്തിന്റെ പേരിൽ ഒരു ആചാരവും ആഘോഷവും ഉണ്ടാക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല, നമുക്കാർക്കും അതിന് അനുവാദമില്ല. റബീഉൽ അവ്വൽ 11-നില്ലാത്ത, റബീഉൽ അവ്വൽ 13-നില്ലാത്ത എന്ത് പ്രത്യേകതയാണ് റബീഉൽ അവ്വൽ 12-നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ആ ദിവസത്തിൽ സ്വഹാബത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? നമ്മൾ ദിനം പ്രതി ചെയ്യുന്ന അമൽ സ്വാലിഹാത്തിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു അമൽ സ്വാലിഹാത്ത് ആ ദിവസം പ്രത്യേകമായി നടത്താൻ അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ടോ? റബീഉൽ അവ്വൽ 12-ന് സ്വഹാബത്ത് പ്രത്യേകമായ എന്തെങ്കിലും അമലുകൾ ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്ത് ചൊല്ലിയ പ്രത്യേകം എന്തെങ്കിലും ഒരു പ്രവർത്തനം ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ആ പ്രവർത്തനം ചെയ്യുന്നത്? ഇതിന്റെ അർത്ഥം റസൂലുള്ളാഹിനെ സ്നേഹിക്കരുത് എന്നല്ല. പ്രവാചകനെ ജീവനേക്കാളേറെ സ്നേഹിച്ച സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് സത്യവിശ്വാസികളുടെ നിലപാട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം, പിശുക്കനാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല വിശ്വാസികളായി നമ്മൾ മാറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.